കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു. മക്കൾ രണ്ടുപേരും ഉമാ തോമസിനെ കണ്ടു. സംഭവത്തിൽ അറസ്റ്റിലായ 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങളുമായി റിയ ബേബി ചേരുന്നു. റിയ, ഗുഡ് മോർണിംഗ്. വളരെ ആശാവഹമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ പങ്കുവയ്ക്കാനാവുന്നത്. നേരിയ പുരോഗതി ഉണ്ടായി എന്നതാണ്. മക്കൾ ഇരുവരും കയറി കാണുകയും ചെയ്തല്ലോ. വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി നൽകാനാവുന്നത് എന്തൊക്കെയാണ് റിയ? ഗുഡ് മോർണിംഗ്. ആശ്വാസകരമായ പ്രതീക്ഷയുള്ള വാർത്ത തന്നെയാണ് റിനെ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഉമാ തോമസിന്റെ മക്കളായ വിഷ്ണുവും വിവേകും അല്പസമയം മുമ്പ് രാവിലെ തന്നെ ആശുപത്രിയിൽ കയറി ഉമാ തോമസിനെ കണ്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ് വരുന്നുണ്ടോ എന്നതായിരുന്നു പ്രധാനമായും ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് നോക്കിയത്. കൈകാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അത് നേരിയ തോതിൽ ചലിപ്പിക്കുകയും ചെയ്തു. അത് ആശാവഹമായ പുരോഗതിയാണ്, പ്രതീക്ഷ നൽകുന്നതാണ് എന്നതാണ് ഡോക്ടർമാർ നിരീക്ഷിക്കുന്നത്. സെറേഷൻ അല്പം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണ് തുറക്കാൻ മക്കളോട് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ കണ്ണ് തുറക്കാനുള്ള ശ്രമവും പതിയെ തുറക്കുകയും ചെയ്തു എന്നതാണ് വിഷ്ണുവും വിവേകും പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത്. എന്തായാലും അത് ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വാർത്ത തന്നെയാണ്. ഇന്ന് 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനങ്ങൾ ആ യോഗത്തിലുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ചികിത്സ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. റീനയിലെ ഡോക്ടർമാർ തന്നെയാണ് നോക്കുന്നത്. മെഡിക്കൽ സംഘത്തോട് കൃത്യമായി തന്നെ പ്രത്യേകമായി രൂപീകരിച്ച് മെഡിക്കൽ സംഘത്തോട് ആ വിവരങ്ങൾ ഓൺലൈൻ വഴി കൈമാറുകയും ചികിത്സ സംബന്ധിച്ച് അവരോട് കൂടി ആലോചിച്ചുള്ള ഒരു തീരുമാനവുമാണ് ഇപ്പോൾ എടുത്തു വരുന്നത്. ഏതാണ്ട് 10 കൂടിയ മെഡിക്കൽ ബുള്ളറ്റിൻ ലഭ്യമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി തന്നെ അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ അടുത്ത ഘട്ട ശസ്ത്രക്രിയകളടക്കം നടത്താനുള്ള ഒരു ആലോചന ഈ ഘട്ടത്തിലുണ്ട്. അത് ഇന്നത്തെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ശ്വാസകോശത്തിലെ നീർക്കെട്ടടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു തുടർ ചികിത്സ ആലോചിച്ചു വരുന്നത്. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ വരുന്നു. അതിൽ നമുക്ക് കൃത്യമായി തന്നെ ചികിത്സ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഇപ്പോഴെന്തായാലും ആശ്വാസകരമായ പ്രതീക്ഷയുള്ള വാർത്തകൾ ആശുപത്രിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെ ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതിൽ പ്രതീക്ഷ നൽകുന്നു. മോദി ചോദിച്ച ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഷമീറിന്റെയും പന്തൽ നിർമ്മിച്ച മുളന്തുരുത്തി സ്വദേശിയുടെയും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിന്റെയും ഈ 3 പേരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവസാന നിമിഷമാണ് ഈ പന്തൽ ഈ സ്റ്റേജ് തട്ടിക്കൂട്ടി നിർമ്മിച്ചു എന്ന് വ്യക്തമായിട്ടുണ്ട്. 28-ാം തീയതി രാത്രി ആരംഭിച്ച് 29-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വലിയ ഗുരുതര വീഴ്ചയായി തന്നെ പോലീസ് കണക്കാക്കുന്നു. പ്രത്യേകിച്ച് അവസാന നിമിഷം ഉദ്ഘാടന ചടങ്ങ് ഈ തട്ടിക്കൂട്ട് സ്റ്റേജിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് പരിശോധനകളടക്കം നടക്കാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും ഇന്നലെ സംയുക്തമായി നടത്തിയ പരിശോധനയിലും അത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന കസേരകളുടെ മുകളിൽ കമ്പി വെച്ച് താൽക്കാലിക തട്ട് കെട്ടിയാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചത്. ഒരു ചെരിവുണ്ടായിരുന്നു. അത് വലിയ തരത്തിലുള്ള വീഴ്ചയാണ്. പോലീസിനടക്കം PWD ഉദ്യോഗസ്ഥർക്കടക്കം സുരക്ഷാ പരിശോധനകൾ പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഇക്കാര്യത്തിൽ ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് തുടർ നടപടിയിലേക്ക് നീങ്ങും. വിശദമായി തന്നെ മറ്റു റിപ്പോർട്ടുകൾ കൂടി ശേഖരിക്കും. ശരി റിയ.